പ്ലാൻ ഓണർക്ക് വരച്ച് നൽകുമ്പോൾ അതിൽ ഉണ്ടാവേണ്ട പ്രധാന ഡ്രോയിങ് നമ്മളതിനെ ഒരു ഫുൾ സെറ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞാണ് കൊടുക്കാറ്. ഫുൾ സെറ്റ് ഡ്രോയിങ്ങിലാണ് നമ്മൾക്ക് സൈറ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭൂമിയുടെ ഭാഗത്തു നിന്നുള്ള മെഷർമെൻറ്റ് കാര്യങ്ങൾ സെറ്റ് ബാക്ക് ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മളത് ഒരു സൈറ്റ് പ്ലാൻ എന്ന് പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു എൻജിനീയറെ സമീപനം അവിടെ ഇല്ലാത്ത സമയങ്ങളിൽ അവിടുത്തെ ജോലിക്കാരിക്ക് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ എലിവേഷൻ 4 സൈഡുള്ള വ്യൂ ആയിട്ടുള്ള ഒരു എലിവേഷനൊക്കെ സെറ്റാക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് പല സ്റ്റൈലിലായിരിക്കും നമ്മൾ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് വരാം. അപ്പോൾ ആ സ്റ്റേജ് വൈസിനെയാണ് നമ്മൾ സ്റ്റേജ് വൈസ് പെട്ടെന്ന് ലേബേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്ഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ആ ലേബേഴ്സിന് സിമ്പിളായിട്ട് ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ പുറമെ നമുക്ക് ഇലക്ട്രിക്കൽ പ്ലംബിങ് അവിടെ പ്രാധാന്യമാണ്. അതിൽ കുറേ ആളുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഒക്കെ ചെയ്യാണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ഇതേപോലെ രണ്ടാമത് പണിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു MEP അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സ് ഉണ്ട്, അവരെ സമീപിച്ചുകൊണ്ട് ആ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മളത് സെറ്റാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കാറ്. അതുകൂടാണ്ട് അവരോട് പറയും, നേരത്തോടെ തന്നെ നമ്മൾ സംസാരിക്കും, ഇൻറ്റീരിയറിൻ്റെ ഇതും കൂടിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു പണി അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഫുൾ സെറ്റ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ സെറ്റ് ഡ്രോയിങ്ങിൽ നമുക്ക് വരുന്നത് സൈറ്റ് പ്ലാൻ വരുന്നുണ്ട്, പ്ലാൻ വരുന്നുണ്ട്, വർക്കിംഗ് ഡ്രോയിങ് വരുന്നുണ്ട്, എലിവേഷൻ വരുന്നുണ്ട്, സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൻ്റെ ഡ്രോയിങ് അടക്കം വരുന്നുണ്ട്, അതായത് MEP ഡ്രോയിങ് അടക്കം വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ക്ലയൻറ്റിന് നമ്മൾ കൊടുക്കുന്നത്.